കഴിഞ്ഞ ജോർജിയൻ വീഡിയോയിൽ മഞ്ഞ് കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് മഞ്ഞ് എന്തേന്ന് ഒരാൾ ചോദിച്ചു. തീയും വന്നില്ല, ജ്യോതിയും വന്നില്ല എന്നായോ. മൗണ്ടൈൻ്റെ മണ്ടയ്ക്കോട്ട് പോകും തോറും മഞ്ഞിൻ്റെ അളവും കൂടി വന്നു. മണ്ടയ്ക്കൊന്ന് ഒലിച്ചു വന്ന മഞ്ഞും അല്ലാത്ത മഞ്ഞും, പിന്നെ അവിടെ കുറേ നേരം നടന്നും ഓടിയും ചാടിയും കിടന്നുരുണ്ടും. ഈ ഒരു ഡേ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഈ ജോർജിയൻ വീഡിയോ കഴിഞ്ഞില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അത്ര തന്നെ. കുറേ മഞ്ഞുവാരി കളിക്കുകയും ഓടി നടന്ന് വീഡിയോ എടുക്കുകയും ചെയ്യും. വെള്ള പാൻറ്റിട്ടുകൊണ്ട് വന്ന നജീഷ് ഏട്ടൻ മഞ്ഞിലിരുന്ന് ധീരതയും കാണിച്ചു. അയ്യോ എൻ്റെ പാൻറ്റേന്നും പറഞ്ഞ് ഉരുണ്ട് വീഴുകയും ചെയ്തു. മഞ്ഞ് കണ്ടപ്പോൾ ശരത്ത് കിടന്നങ്ങ് മെഴുകുമായിരുന്നു. ചാടുന്നു, ഓടുന്നു, വീഴുന്നു, എന്താ ഇപ്പോൾ പറയാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സിനിമാറ്റിക് മോഡിലുള്ള എൻ്റെ പട്ടി ഷോ, മഞ്ഞിനകത്തുള്ള പട്ടി ഷോ. പിന്നെ കുറച്ച് ചിപ്സും തിന്ന് ഞം കഴിക്കാൻ വേണ്ടിയിട്ട് സിറ്റിലോട്ട് പോയി. സിറ്റിലോട്ടെന്ന് പറഞ്ഞാൽ മൗണ്ടൈനോ താഴോട്ട് പോകുന്തോറും എൻ്റെ സങ്കടവും കൂടി വന്നു. ഇനി മഞ്ഞ് കാണാൻ പറ്റത്തില്ലെങ്കിലോ. ഈ കാണുന്നതൊക്കെ ടണലിൻ്റെ മണ്ടയ്ക്കൊട്ടിയിരിക്കുന്ന മഞ്ഞിൻ്റെ പതയാ. പോകുന്ന വഴിക്ക് കുറച്ച് മഴയും കിട്ടി, അത് നല്ലൊരു വൈബായിരുന്നു. പക്ഷേ ചിലയിടത്തൊക്കെ റോഡ് മോശമായിട്ടുണ്ടായിരുന്നു. അത് ഈ മഞ്ഞും മഴയും കാരണമായിരിക്കും. അങ്ങനെ കുറേ ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഹോട്ടലിലെത്തി. ആദ്യം തുടങ്ങിയത് വൈനിന്ന്. വലേരി തന്നെയാണ് ഇതൊക്കെ ഒഴിച്ച് തന്നത്. അതിൻ്റെ നാക്കൊക്കെ അറിയാം. എൻ്റെ മുഖം കണ്ടാൽ അറിയാലോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഒരുമാതിരി കയ്പോ. എനിക്ക് മുന്തിരിക്ക് വില കുറയുമ്പം 2-3 കിലോ മേടിച്ച് ഞങ്ങൾ ജ്യൂസ് അടിച്ച് വെക്കുമായിരുന്നു. പിന്നെ വന്നതൊരു സൂപ്പും പിസയും. രസത്തിൻ്റെ ടേസ്റ്റുള്ള കുറച്ച് ചോറും കുറേ ബീഫൊക്കെ ഇട്ട് ഒരു സൂപ്പ്. പിന്നെ പിസയ്ക്കകത്ത് ചീസിൻ്റെ ഒരു ഘോഷയാത്രയായിരുന്നു. ഗൈഡിന് എന്ത് തോന്നുന്നു വെച്ച് ഫോർക്ക് വെച്ച് പിസ കഴിച്ചു. പക്ഷെ ഗൈഡ് കഴിച്ചത് കൈവച്ചു. എങ്ങനെ ഇരിക്കണം. പിന്നെ സ്ഥിരം ബ്രെഡും ബട്ടറും എഗ്ഗും ചീസും ഒക്കെ വെച്ച ഒരു സാധനവും. ഈ സാധനത്തിൻ്റെ പേരാണ് കച്ചാപ്പൂരി അഡ്ജുരുളി. നമ്മുടെ പാനിപ്പൂരിയുടെ ആരുമല്ല, ബേൽപൂരിയുടെ. ഇത് കഴിക്കുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്, അതാണ് പുള്ളി കാണിച്ചു തന്നത്. പക്ഷെ ടേസ്റ്റ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചീസ് ഇഷ്ടമുള്ളവർക്ക് അതും ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ തരം മഷ്റൂമിനകത്ത് ചീസ്. അത് കഴിഞ്ഞ് വന്നത് മോമോസിനകത്ത് ചീസും പൊട്ടറ്റോയും വെച്ചത്. ഈ മഷ്റൂമിന്റെ ഈ സാധനം തിളച്ചിരിക്കുമായിരുന്നു ഗൈസ്. ഞാൻ ഇതെടുത്ത് വയലോട്ടിട്ടു. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മ. കാണുന്നതിനെല്ലാം അവർ വാരി ചീസ് ഇടും. നമ്മൾ ഈ കരിയാപ്പില ഇടുന്നു. പിന്നെ കുറെ ഹെർബ്സ് ഇട്ട ചോറ്, കിഴങ്ങുമിഴുക്ക് ഒരട്ടിയും അല്ല അതുപോലെ ഒരു സാധനം. ബിയറിന്റെ ഒരു ലെമണേഡും കുടിച്ച് നമ്മൾ ആ പരിപാടി അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇത്രയെല്ലാം വലിച്ചു വാരി കഴിച്ച് പാമ്പ് ഇര വിഴുങ്ങിയ പോലെ കിറുങ്ങി ഒരു മരിച്ച വീട് പോലായിരുന്നു കാറ്. എല്ലാവരും ഉറങ്ങിയാ പോയെ. പിന്നീട് പോയത് ഗെർഗേറ്റി ട്രിനിറ്റി ചർച്ചിലോട്ടാണ്. തിന്നത് മൊത്തം ആ സ്റ്റെപ്പ് കയറി ദഹിച്ചു. അമ്മാതിരി സ്റ്റെപ്പായിരുന്നു. ഈ കണ്ടതാണ് ചർച്ചിൻ്റെ അകമെന്നും പറഞ്ഞുകൊണ്ട് ചർച്ചിൻ്റെ യഥാർത്ഥ ഉള്ളു കാണാൻ പറ്റിയില്ല. എന്നാ സുഖമാ, പണിക്കും പോകണ്ട പഠിക്കാനും പോകണ്ട. എന്നെപ്പോലെ തന്നെ. ഇവിടുന്ന് പിന്നെ അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ പോയതൊരു സെറ്റ് അഡാറ് ഹോട്ടലിലോട്ട്. സ്റ്റേക്കേഷന് വന്ന കുറേ ആൾക്കാർ മണ്ടയ്ക്ക് വ്യൂവും നോക്കി കിടപ്പുണ്ടായിരുന്നു. അഡാറ്. ഞങ്ങൾക്ക് അവരും ആ കാണുന്ന പ്രകൃതിയും മൗണ്ടനും മഞ്ഞും എല്ലാം വ്യൂ ആയിരുന്നു. പിന്നീട് കസ്ബേഗിന്ന് ടിബ്ലിസിലോട്ട് തിരിച്ചു പോയപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മഞ്ഞ് കണ്ട് മഞ്ഞിലോട്ട് എടുത്ത് ചാടി. അതിലൊരു ചെറിയ അരുവിയും ഉണ്ടായിരുന്നു. അതിൽ കൈ വെച്ചപ്പോൾ നല്ല തണുപ്പായിരുന്നു. ക്ലൈമറ്റ് കണ്ട് കൂടെ ഉള്ളവരുടെയും എൻ്റെയും എല്ലാം കിളി. മലബൻസിൻ്റെ കുന്തളിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുമ്മാത പറഞ്ഞതാട്ടോ. ഈ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തതിന് അവരാളെ വിട്ട് അടുപ്പിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ അവരുടെ പ്രഹസനമൊക്കെ കഴിഞ്ഞ് 2 റീലും എടുത്ത്, കൂട്ടത്തിൽ ഞാനും 2 റീലെടുത്തു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി. പോകുന്ന വഴിക്കൊക്കെ നല്ല ഫോഗി ആയതുകൊണ്ട് തന്നെ ഹസാർഡ് ലൈറ്റ് ഇട്ടായിരുന്നു കാറുകളൊക്കെ പോയത്. പിന്നീട് ജോർജിയയിലെ KFCയിലും ഇവിടെ വരെ വന്നിട്ട് പിന്നെ ഇവിടെ കയറിയില്ലെങ്കിൽ അങ്ങനെ അല്ലേ. ഇവിടെ പക്ഷെ കോൾസ്ലോ ഇല്ല. മൂട് പോയി. അവിടുത്തെ ചേച്ചിമാർക്ക് നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലായിട്ടില്ല. പിന്നീട് റൂമിൽ ഒട്ടും കയറാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയത് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയിലോട്ടായിരുന്നു. എന്തൊക്കെയോ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഭയങ്കര ഹിസ്റ്റോറിക്കലാ. പടുകൂറ്റൻ തൂണുകളായിരുന്നു അവിടെ ഉള്ളത്. 16 പില്ലേഴ്സ് ഒരു 30-35 മീറ്റർ നീളത്തിലാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതിൽ ആലേപനം ചെയ്തേക്കുന്നത് രാജാവ്, രാജ്ഞി, ഹീറോസ്, പിന്നെ ക്രൈസ്റ്റിൻ്റെ ജീവിതത്തിലെ സ്റ്റോറീസും അതൊക്കെയാണ് അവിടെ ആലേപനം ചെയ്തേക്കുന്നത്. GK ഇച്ചിരി കൂടിപ്പോയി. അതിൻ്റെ ഫ്രണ്ടിലല്ല കേട്ടോ, ബാക്കിലായിട്ടൊരു ചാപ്പലും ഉണ്ട്. അടുത്ത് തന്നെ ഒരു ലേക്ക് സൈഡ് വ്യൂവും ഉണ്ട്. രാത്രി ആയതുകൊണ്ട് നല്ലതായിട്ട് വീഡിയോ കിട്ടിയില്ലായിരുന്നു. നല്ല തണുത്ത ക്ലൈമറ്റ്. ഇങ്ങനെ ഒരു ഇടം അയവ പേടിക്കും കേട്ടോ. ഫ്രണ്ടിലായിട്ട് കുറച്ച് സ്റ്റെപ്പുകളും ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പിൻ്റെ ടോപ്പിലാണ് ഈ ഒരു ക്രോണിക്കിൾസ് ഉള്ളത്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബായ്.